ഇന്ന് എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് ഹൃദയാഘാതം, ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന കംപ്ലയിൻസ് ഒക്കെ. അപ്പോൾ ഈ ഒരു ഹൃദയത്തിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ഹാർട്ടിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഹാർട്ടിനെ കംപ്ലയിൻസ് കൂട്ടുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യോൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പം എസ്പെഷ്യലി ഹാർട്ട് ഫെയിലിയർ, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻസ്, അങ്ങനെ പല കംപ്ലയിൻസ് ആയിട്ടും ഹൃദയത്തിനെ അസുഖങ്ങൾ ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ കോസസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിലുണ്ട്. മോഡിഫയബിൾ ഉണ്ട്, നോൺ മോഡിഫയബിൾ ഉണ്ട്. മോഡിഫയബിൾ എന്ന് പറയുമ്പം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് മോഡിഫയബിൾ എന്ന് പറയുന്നത്. മോഡിഫയബിൾ വരുന്ന 4S ഒന്നാമത്തേത് ഷുഗർ, രണ്ടാമത്തേത് സെഡൻഡറി ലൈഫ് സ്റ്റൈല്, മൂന്നാമത്തേത് സ്മോക്കിങ്, നാലാമത്തേത് സ്ട്രെസ്. ഈ 4 ഫാക്ടേഴ്സാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതും ഹാർട്ട് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നത്. നോൺ മോഡിഫയബിൾ, നമുക്ക് ഒട്ടും മാറ്റാൻ പറ്റാത്ത ഫാക്ടേഴ്സാണ് നോൺ മോഡിഫയബിൾ എന്ന് പറയുന്നത്. അതിലാണ് ജനറ്റിക് ഫാക്ടേഴ്സ്. കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നമുക്ക് ജനിതകപരമായിട്ടുള്ള കംപ്ലയിൻസ് ആണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടുകളാണ്. രണ്ടാമത്തേത് നിങ്ങൾക്ക് ഏജിങ്, പ്രായത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബോഡി വീക്ക് ആവുന്നു, ഓട്ടോമാറ്റിക്കലി ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അതും നമുക്ക് നോൺ മോഡിഫയബിൾ ആണ്. മൂന്നാമത്തേത് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഹൃദയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതും നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് നിങ്ങൾ ആദ്യം മൈൻഡിൽ കരുതാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാരണങ്ങളാണ് മെയിനായിട്ടും നമ്മളെ ഹൃദയത്തിൻ്റെ ആ ഒരു ഇടിപ്പ് കുറയുന്നതും ഹൃദയത്തിൻ്റെ കംപ്ലയിൻസ് ഡെവലപ്പ് ചെയ്യുന്നതും. യൂഷ്വലി ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ആളുകൾ പറയാറ് ചെസ്റ്റിന് ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ഭാരം എടുത്ത് വെച്ചൊരു ഫീലിംഗ് ഉണ്ട്. എസ്പെഷ്യലി കൈകളിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആൻജൈന അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈൻസ് ആണെന്ന് പറയാവുന്നതാണ്. അതേപോലെ തന്നെ പമ്പിങ് കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആ ഒരു ഹെൽത്തി സ്റ്റേജിൽ നിന്നും അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോയ ഒട്ടനവധി ലക്ഷണങ്ങൾ കാണിക്കാം. നമ്മുടെ പൾസിൽ വേരിയേഷൻസ് കാണിക്കാവുന്നതാണ്. പൾസ് വളരെ ഫീബിൾ അല്ലെങ്കിൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ജസ്റ്റ് നമ്മൾ പൾസ് ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് നമ്മൾ പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫീബിൾ ആയിട്ടും അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ പമ്പിങ് കപ്പാസിറ്റി ഹൃദയത്തിൻ്റെത് കുറഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, ഒരു കാര്യവുമില്ലാതെ നമുക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു. ഒന്ന് ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ കുഴഞ്ഞു പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒന്ന് നടക്കം നമുക്ക് വീക്ക്നെസ് ഫീൽ ചെയ്യുന്നു, ഒരു കിതപ്പ് ഫീൽ ചെയ്യുന്നു. ചെറിയ ചെറിയ മൂവ്മെന്റ്സ് പോലും നമുക്ക് ഹൃദയത്തിന്റെ കിതപ്പ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് നീര് വയ്ക്കുക, എസ്പെഷ്യലി കണങ്കാലിന് ചുറ്റുമായിട്ടും നീര് വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അത് എസ്പെഷ്യലി രാത്രിയും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ആ ഒരു സ്വെല്ലിങ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ BP-യിൽ ഫ്ലക്ച്വേഷൻസ് വരിക, അതേപോലെ തന്നെ പൾസിലൊക്കെ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടെങ്കിൽ പമ്പിങ് കപ്പാസിറ്റി കുറഞ്ഞു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ അവർക്ക് 100% പമ്പിങ് കപ്പാസിറ്റീൻ്റെ ആവശ്യമില്ല. പമ്പിങ് കപ്പാസിറ്റി നമ്മൾ മെഡിക്കലി ഇജക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത്. ഒരു 50% മുതൽ 70% വരെയാണ് ഇജക്ഷൻ ഫാക്ടർ വരുന്നത്. അതായത് നോർമലി ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പമ്പിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒരു 40 to 50% ആണ് നിങ്ങളുടെ പമ്പിങ് കപ്പാസിറ്റി എന്നെങ്കിൽ ബോർഡർ ലൈൻ ഹാർട്ട് ഫെയിലിയർ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു 30 to 40 റേഞ്ചസിലാണ് നിങ്ങളുടെ പമ്പിങ് കപ്പാസിറ്റി വരുന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഫെയിലിയർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. എന്നാൽ ഒരു 30% ബിലോ ആണെങ്കിൽ അതൊരു സിവിയർ എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു പമ്പിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ മിടിപ്പ് പല ക്ലാസ്സസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ക്ലാസ് 1 നമുക്ക് ഒരു സിംറ്റംസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് എക്കോ കാർഡിയോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ECG ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തേത് ക്ലാസ് 2 പറയുന്നത് നിങ്ങൾക്ക് ഒരു സിവിയർ എക്സേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കിതപ്പ് ഫീൽ ചെയ്യുക, അതായത് ചെറിയൊരു മൂവ്മെന്റ്സിലൂടെ തന്നെ നമുക്കൊരു കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹാർട്ട് ഫെയിലിയറിന്റെ ഒരു മെയിൻ സിംറ്റംസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനീഷ്യലി തന്നെ ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണ രീതികൾ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്മോക്കിംഗ് കുറയ്ക്കാൻ ശ്രമിക്കുക. സ്മോക്കിംഗ് കുറയ്ക്കുക എന്നല്ല, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്
ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ മാക്സിമം വർക്കൗട്ട്, ബോഡി മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഭക്ഷണത്തിലായാലും ഷുഗറി, സാൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക. വൈറ്റ് റൈസ് അതേപോലെ തന്നെ വൈറ്റ് ഷുഗർ ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറച്ചെടുക്കുക. ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ വനസ്പതി ഗീ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻടേക്ക് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. ഫിഷസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ടൊമാറ്റോ ഒക്കെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ലൈക്കോപ്പിൻ കണ്ടന്റ് കൂടുതലാണ്, പൊട്ടാസ്യം മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ, അയല, മത്തി, നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ ശരീരത്തിൽ നല്ല ഇനം കൊഴുപ്പുകളെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇടയ്ക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്സും മെഡിറ്റേറിയൻ ഡയറ്റും ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേറിയൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 to 5 ടൈംസ് എങ്കിലും നിങ്ങൾ ചോറിന് പകരമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളെ ഓൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഭക്ഷണ രീതികളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.